ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്. നമ്മുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡിസയർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന ഒരു വാഹനമാണ് ഈ കാണുന്ന ഡിസയർ. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇതിൻ്റെ മിഡ് വേരിയൻ്റൊന്നുമല്ല നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇൻഡസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാഹനം എടുത്തിട്ടുള്ളത്. ഇത് അവരുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനം കൂടിയാണ്. അപ്പോൾ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം വേണ്ടുന്ന ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. കൂടുതലും നമ്മൾ കാണാറുള്ളത് ടാക്സി പെർമിറ്റിലുള്ള വാഹനമാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. ഇപ്പോൾ എറണാകുളം ഭാഗത്തോടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ യൂബർ ഓടുന്നതെല്ലാം ഈ ഒരു ഡിസയർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. പ്രൈസ് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ഇത്രത്തോളം വിൽപ്പന നേടാനും കൂടാതെ മൈലേജും ഒരു കാര്യമാണ്. വില പറഞ്ഞു തരാം. LXIക്ക് വെറും 7,50,000 മാത്രമേ ഓൺ റോഡ് വരുന്നുള്ളൂ. VXIക്ക് 863, ZXI 981, ZXI പ്ലസ് 1060 റേഞ്ചിലുമാണ് ഓൺ റോഡ് വരുന്നത്. ഓട്ടോമാറ്റിക്കും നമുക്ക് വരുന്നുണ്ട്. VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 916, ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1034, ZXI പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 1114. അതായത് ഈ കാണുന്ന മോഡൽ ഇത് മാനുവലാണ്. അതായത് 10,60,000 രൂപ ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനമാണ്. പിന്നെ CNG ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. എന്തൊക്കെയാണോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ടാക്സി പെർമിറ്റിൽ വാഹനം നോക്കുന്നവർ ഇത് നോക്കണ്ട. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും ടാക്സി പെർമിറ്റിൽ വരുന്നില്ല. അത് ടൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു മോഡൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് CNG വേണമെങ്കിൽ CNG എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ ഓപ്ഷൻ നോക്കാം. കാര്യം അത്യാവശ്യം മൈലേജ് രണ്ട് മോഡലിനും ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോർട്ടി ലുക്കിലാണ് ഈ ഒരു വാഹനം കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു സെഡാൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആളുകൾക്ക് പൊതുവേ സെഡാനോടൊക്കെ ഒരു കമ്പം കുറവാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഒരു ഡിസൈറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഹുഡ് നോക്കിയാൽ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടാണ് ഹുഡ് വരുന്നത്. വലിയ ക്യാരക്ടർ ലൈൻസോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഒരു പോർഷനിലായിട്ട് എയറോഡൈനാമിക് എന്ന രീതിയിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ലൈനും കാര്യങ്ങളൊക്കെ ആ ഒരു കർവും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് ഒരുപാട് അങ്ങ് വലുപ്പത്തിലൊന്നും അല്ല ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. LED-യിലാണ് ആ ഒരു ഹെഡ്ലാമ്പ് വരുന്നത്. DR-ൽ നമുക്ക് വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ലിലേക്ക് ഒരു സമയത്ത് നല്ല ഗ്ലോസി ഷെയ്ഡ് ഈ ഒരു ഗ്രില്ലിൽ അവർ കൊടുത്തു. സുസുക്കി ലോഗോ അതിന് താഴെയായിട്ട് ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് 360 ഡിഗ്രി ക്യാമറ ഈ കാണുന്ന ടോപ്പ് എൻഡിൽ നമുക്ക് വരുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. LED ലൈറ്റുമാണ്. DR-ൽ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ഫോഗ് ലാമ്പ് നമുക്ക് LED-യിലാണ് ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ക്ലാഡിങ്ങൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇതൊന്നും ഇൻബിൽഡായിട്ട് വരുന്നതൊന്നും അല്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ആ ഒരു താഴ്ഭാഗത്ത് കാണുന്ന ആ ഒരു ക്ലാഡിങ്. അപ്പം വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ കമ്പനി മേക്ക് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് ഒരു സമയത്ത് ഇത് നോക്കണ്ട കേട്ടോ. ഇൻഡസ് മോട്ടോഴ്സ്, ഇൻഡസ് നമ്പർ 1 മാരുതി കാർ ഡീലർ അതൊന്നും നോക്കണ്ട. അതൊക്കെ അവരുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനമായതുകൊണ്ട് എന്താ പറയുക, അവർ ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും നോക്കണ്ട. മിറർ നമുക്ക് ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ആ ഒരു ക്യാമറ യൂണിറ്റ് കൂടി വരുന്നത് കാണാം. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അലോയ് വീൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതൊന്നും ഇനി എടുത്തു പറയേണ്ട ആരുമില്ല. C8 ടയറാണ് യൂസ് ചെയ്ത്. 15 ഇഞ്ചാണ് ടയർ സൈസ്. 185/65 R15 ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. 3995 mm ആണ് ലെങ്ത് വരുന്നത്. 1735 mm ആണ് ഹൈറ്റ്. 2450 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 37 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കമ്പനി കൊടുത്തിട്ടുള്ളത്. കീലെസ് എൻട്രിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു സൈഡിൽ പറയുന്നതിന് വേണ്ടിയിട്ട്. അവിടെ തന്നെ പുറകിലേക്ക് വരാം. റിയർ പ്രൊഫൈൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്രോം എലമെൻറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇൻബിൽഡായിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നൊരു ഫിറ്റിങ്സ് അല്ല ആ കാണുന്നത്. ടോപ്പിലൊരു ഷാർഫിൻ ആൻറ്റിന, ഡിഫോഗ് ലൈനും ഹൈമൗണ്ട് സ്റ്റോപ്പിൽ നമുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ക്ലാഡിങ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. ഈ ഒരു ക്ലാഡിങ്ങും എൻ്റെ അറിവിൽ അത് ഇൻബിൽഡായിട്ട് വരുന്നതല്ല, എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. ക്യാമറ യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാം. ഡിസയർ എന്നൊരു ബ്രാൻഡിങ്ങും LED-യിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കമ്പനി കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 വട്ടം ലോക്ക് അയച്ചെങ്കിൽ ഇത് ഓപ്പൺ ആവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലേ. ഇതിനകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തുറന്നേക്കാം. നല്ല ബൂട്ട് സ്പേസ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പം ടാക്സി പെർമിറ്റിന് കൂടുതൽ പോകുന്നൊരു വാഹനമായാണ് ബൂട്ട് സ്പേസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 382 ലിറ്റർ ആണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കമ്പനി കൊടുത്തേക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയർ നമുക്ക് അലോയിലോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇവിടെ ഇൻസുലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇൻസുലേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നുമില്ല ഈ ഒരു പുറമേ നിന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്
ഈ ഒരു വേരിയൻറ്റ്. കാരണം ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ടാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നത്. 25 കിലോമീറ്ററിൽ കൂടുതൽ മൈലേജാണ് പെട്രോൾ മോഡലിൽ കമ്പനി അവകാശപ്പെടുന്നത്. ആ ഒരു 25 റേഞ്ചിലുള്ള മൈലേജും പല കസ്റ്റമേഴ്സിനും കിട്ടുന്നുമുണ്ട്. അതാണ് ഏറ്റവും വലിയ രസവും. ജസ്റ്റ് കസ്റ്റമർ റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ഈ ഒരു സീറ്റ് കവർ നോക്കണ്ട, ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു സീറ്റ് കവർ അത് പറഞ്ഞേക്കാം. അപ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് എവിടെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അതുപോലെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. സീറ്റിൻ്റെ പുറകിലൊന്നും വേറെ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. പക്ഷേ പഴയ സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ല. അത് ഈ ഒരു പോർഷനിലായിട്ട് ഇൻബിൽഡായിട്ട് വരുന്ന സീറ്റിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത്. 2 സൈഡിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. LED ഒന്നുമല്ല, ആ ഒരു ടോപ്പിൽ കൊടുത്തേക്കുന്ന ലൈറ്റ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും മോശമല്ലാത്തൊരു സൈസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മോശമല്ലാത്തൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആമർസ്റ്റൊക്കെ വരുന്നുണ്ട്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. കളർ തീം ചേഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്രോം എലമെൻറ്റ് വരുന്നു. ഇവിടെയൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ ഒന്നുമില്ല, ഫുള്ളി ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ പറയുന്നതിന് വേണ്ടിയിട്ട്. അത്യാവശ്യം കംഫർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ചുകൊണ്ട് നമുക്കൊന്ന് പോവാം. നമുക്ക് സ്റ്റീരിംഗ് ഒക്കെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ടില്ല ടെലസ്കോപ്പിക് അല്ല വരുന്നത്. ഓട്ടോ ഹെഡ്ലാമ്പൊക്കെയാണ് കേട്ടോ ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേപോലെ നല്ല ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ആ ഒരു 360 ഡിഗ്രിയുടെ ആ ഒരു വ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ. അത്യാവശ്യം നല്ല HDL ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ്രോയിഡ് ആപ്പിൾ കമ്പനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല സുസുക്കി കണക്റ്റും നമുക്ക് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാരുതിയുടെ ഒരുവിധപ്പെട്ട വേരിയൻസിലൊക്കെ നമുക്ക് ആ ഒരു ടോപ്പ് എൻഡിലൊക്കെ നമുക്കിപ്പോൾ ആ ഒരു സുസുക്കി കണക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പം പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു 1.2 ലിറ്ററാണ് ഇതിൻ്റെ ഒരു എൻജിൻ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൽ മൈലേജ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. 25 എബോവ്, അതായത് 25.71 ആ റേഞ്ച് എന്തോ ഒരു മൈലേജ് കറക്റ്റ് കമ്പനി പറയുന്നുണ്ട്. അത് ഏകദേശം നമുക്കൊരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു മൈലേജ് നമുക്ക് കിട്ടുന്നുമുണ്ട്. അതാണ് ഏറ്റവും വലിയ രസവും. സാധാരണ ചില വാഹനങ്ങൾ ഒരു മൈലേജ് പറയുന്ന സമയത്ത് ആ ഒരു സെയിം മൈലേജ് തന്നെ നമുക്ക് കിട്ടണമെന്നും ഇല്ല. പക്ഷേ ഈ ഒരു മോഡലിൽ ഏകദേശം ഒരു ആവറേജ് മൈലേജ് നമുക്ക് അതേപോലെ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ക്ലസ്റ്ററിലൊന്നും പ്രത്യേകിച്ച് പുതുമകളൊന്നും നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി കൺട്രോളിങ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ ഇതിനുള്ളിൽ കമ്പനി കൊടുത്തേക്കുന്നത്. വയർലെസ് ചാർജിങ് ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. USB സ്ലോട്ടും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസോട് കൂടി വരുന്ന ഒരു വാഹനമാണിത്. പിന്നെ ഒരു ആംബ്രഷ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ചെറിയ ചീപ്പായിട്ടുള്ള എമൗണ്ടിൽ തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ തീം നോക്കിയാൽ ടോപ്പൊക്കെ നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ടോപ്പിൻ്റെ കളർ തീം കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ് കളർ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു വുഡൻ ടെക്സ്ചർ വരുന്ന ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോസി ഫിനിഷാണ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ കളർ തീമും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തേക്കുന്നത്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ഒരു സ്വിച്ച് കമ്പനി നൽകിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമേ വരുന്നുള്ളൂ. സൺബ്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ചെറിയൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒരു ടാക്സി പെർമിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നുണ്ട്. ടാക്സി പെർമിറ്റിന് നിങ്ങൾ എറണാകുളത്തൊക്കെ പോകുമ്പോൾ സമയം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് യൂബറൊക്കെ നോക്കിക്കഴിഞ്ഞാലും കൂടുതലും ഈ ഒരു ഡിസൈർ തന്നെയാണ് പോകുന്നത്. അതിന് സെപ്പറേറ്റ് ടൂർ എന്നൊരു വേരിയൻറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. CNG ഓപ്ഷനും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. CNG ആണെങ്കിൽ നല്ല മൈലേജ് 30 എബോവ് മൈലേജ് നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ടാക്സി പെർമിറ്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാം. മാത്രമല്ല ഫാമിലി പർപ്പസിനും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. സഫോർ 4 മീറ്ററിനുള്ളിൽ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുള്ളൂ. ഹാൻഡ്ലിംഗ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു വലിയ വാഹനത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സെഡാൻ ആയതുകൊണ്ടാണത്. പക്ഷെ നമ്മൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് വളരെ ചെറിയ ഒരു ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കംഫർട്ടാണ്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഇല്ലാത്ത ഒരു വാഹനമാണിത്. ഏകദേശം ഒരു 82 BHP അടുത്തൊരു കരുത്തൊക്കെ വരുന്ന ഒരു വാഹനമാണ്. മോശമല്ലാത്തൊരു പെർഫോമൻസും നമുക്കിത് തരുന്നുണ്ട്.
അപ്പം അത്യാവശ്യം മൈലേജോട് കൂടിയ ഒരു വാഹനം, നല്ലൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന ഡിസയർ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്വയം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡിസയർ നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഞാൻ അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.